ശക്തമായ കാറ്റിലും മഴയിലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മരം വീണ് നാശനഷ്ടം. നെന്മാറ രജിസ്റ്റർ ഓഫീസ് വളപ്പിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് വൻമരത്തിന്റെ ചില്ലകൾ ഒടിഞ്ഞു വീണു. എതിർവശത്തെ ആധാരമെഴുത്ത് ഓഫീസിലെ ആധാരമെഴുത്തുകാരൻ ചന്ദ്രന്റേതാണ് കാർ. ചന്ദ്രൻ സ്ഥിരമായി ഇവിടെയാണ് കാർ നിർത്തിയിടുക. ഉച്ചയോടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ വളപ്പിൽ നിൽക്കുന്ന മരത്തിന്റെ 6ഓളം ചില്ലകൾ ഒടിഞ്ഞു വീണത്. കൊല്ലങ്കോട് കാച്ചാംകുരിശി റോഡിൽ വൻ വേപ്പുമരം കടപുഴകി വീണു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ വൻമരമാണ് റോഡിലേക്ക് വീണത്. ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല. റോഡിൽ ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി. ചിറ്റൂരിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അട്ടപ്പാടി ചുരത്തിൽ 2ഇടത്ത് മരം വീണു. മുക്കാലിക്ക് സമീപവും 2ാം മൈലിലുമാണ് മരം വീണത്. റോഡരികിലെ വൻമരങ്ങളാണ് കടപുഴകി റോഡിലേക്ക് വീണത്. മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടായി. മുക്കാലിക്ക് സമീപം വീണ മരം ഉടൻ തന്നെ മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. 2ാം മൈലിൽ മണിക്കൂറുകളോളം പരിശ്രമിച്ചാണ് ഗതാഗത തടസ്സം മാറ്റിയത്. ഇതുവഴി വന്ന നിരവധി വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങുന്ന സാഹചര്യമുണ്ടായി. ശക്തമായ കാറ്റിലും മഴയിലും അട്ടപ്പാടി ചുരത്തിലെ മരം വീഴ്ച പതിവായിരിക്കുകയാണ്. നെന്മാറ കൽമുക്കിലും പുഴയ്ക്കൽത്തറയിലും കണിമംഗലത്തും വൻമരങ്ങൾ കടപുഴകിയും ഒടിഞ്ഞും വീണ് നെന്മാറ അയിലൂർ ഒലിപ്പാറ റോഡിൽ വാഹനഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി കമ്പികൾ പൊട്ടിവീണ് വൈദ്യുതി ബന്ധം തകരാറിലാവുകയും ചെയ്തു. കൊല്ലങ്കോട് ഫയർ സ്റ്റേഷനിൽ നിന്നെത്തിയ അഗ്നിശമന സേന മരങ്ങൾ മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. നെന്മാറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിലെ മരത്തിന്റെ ചില്ല ഒടിഞ്ഞു വീണു. ആർക്കും പരിക്കില്ല. UTV ന്യൂസ്, പാലക്കാട്.